വെൽക്കം ടു എക്സൽ PSC. നമ്മളിന്നിവിടെ ഈ വീഡിയോയിൽ കൂടി നോക്കാൻ പോകുന്നത് മാതൃഭൂമി ദിനപത്രവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് വിവരങ്ങളാണ്. സത്യം, സമത്വം, സ്വാതന്ത്ര്യം എന്ന മുഖവാക്യം ഉള്ള പത്രം ഏതാണ്? സത്യം, സമത്വം, സ്വാതന്ത്ര്യം എന്ന മുഖവാക്യം ഉള്ള പത്രം മാതൃഭൂമി ദിനപത്രമാണ്. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ജിഹ്വ എന്ന നിലയിൽ ദേശാഭിമാനികൾ ചേർന്ന് 1923 ആരംഭിച്ച പത്രം മാതൃഭൂമി പത്രമാണ്. 1923 ആരംഭിച്ചത്. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ജിഹ്വ എന്ന നിലയിൽ ദേശാഭിമാനികൾ ചേർന്ന് 1923 ആരംഭിച്ച പത്രമാണ് മാതൃഭൂമി. ഏത് പത്രത്തിൻ്റെ ആദ്യ എഡിറ്റർ ആയിരുന്നു KP കേശവമേനോൻ? ഏത് പത്രത്തിൻ്റെ ആദ്യ എഡിറ്റർ ആയിരുന്നു KP കേശവമേനോൻ? മാതൃഭൂമി ദിനപത്രത്തിൻ്റെ ആദ്യ എഡിറ്റർ ആയിരുന്നു KP കേശവമേനോൻ. ഏത് മലയാള പത്രമാണ് ഉപ്പ് സത്യാഗ്രഹത്തോട് അനുബന്ധിച്ച് ദിനപത്രം ആയി മാറിയത്? ഏത് മലയാള പത്രമാണ് ഉപ്പ് സത്യാഗ്രഹത്തോട് അനുബന്ധിച്ച് ദിനപത്രമായി മാറിയത്? മാതൃഭൂമി പത്രമാണ് ഉപ്പ് സത്യാഗ്രഹത്തോട് അനുബന്ധിച്ച് ദിനപത്രമായി മാറിയത്. സർക്കുലേഷനിൽ 2ാം സ്ഥാനത്തുള്ള മലയാള പത്രം. സർക്കുലേഷനിൽ 2ാം സ്ഥാനത്തുള്ള മലയാള പത്രമാണ് മാതൃഭൂമി. കേളപ്പൻ ഏത് പത്രത്തിൻ്റെ മുഖ്യ പത്രാധിപരായിരുന്നു? മാതൃഭൂമി പത്രത്തിൻ്റെ മുഖ്യ പത്രാധിപരായിരുന്നു കേളപ്പൻ. 1923 കോഴിക്കോട് നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ച പത്രം മാതൃഭൂമി. 1923 കോഴിക്കോട് നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ച പത്രമാണ് മാതൃഭൂമി. മഹാത്മാഗാന്ധിയുടെ യങ് ഇന്ത്യയുടെ മാതൃകയിൽ ആരംഭിച്ച പത്രം മഹാത്മാഗാന്ധിയുടെ ദിനപത്രമായിരുന്നു യങ് ഇന്ത്യ. ആ മാതൃകയിൽ ആരംഭിച്ച പത്രം ആണ് മാതൃഭൂമി. സീഡ് എന്ന പരിസ്ഥിതി സംരക്ഷണ പദ്ധതി ആരംഭിച്ച മലയാള പത്രം. സീഡ് എന്ന പരിസ്ഥിതി സംരക്ഷണ പദ്ധതി ആരംഭിച്ച ദിനപത്രമാണ് മാതൃഭൂമി. ഗാന്ധിജിയുടെ രക്തം പുരണ്ട മണ്ണിൻ്റെ ഒരു ഭാഗം കേരളത്തിൽ ഏത് പത്രത്തിൻ്റെ ഓഫീസിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്? ഗാന്ധിജിയുടെ രക്തം പുരണ്ട മണ്ണിൻ്റെ ഒരു ഭാഗം കേരളത്തിൽ ഏത് പത്രത്തിൻ്റെ ഓഫീസിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്? മാതൃഭൂമി. കപ്പ എന്ന പേരിൽ വിനോദ ചാനൽ ആരംഭിച്ചത് ഏത് പത്രമാണ്? കപ്പ എന്ന പേരിൽ വിനോദ ചാനൽ നടത്തിവരുന്നത് മാതൃഭൂമി ദിനപത്രമാണ്. ക്ലബ്ബ് FM എന്ന റേഡിയോ ചാനൽ ആരംഭിച്ചതും മാതൃഭൂമി ചാനൽ തന്നെയാണ്. ക്ലബ്ബ് FM എന്ന റേഡിയോ ചാനൽ നടത്തിവരുന്നതും മാതൃഭൂമി ദിനപത്രം തന്നെ. ഏത് ആഴ്ചപ്പതിപ്പിൻ്റെ പത്രാധിപരായിട്ടാണ് MT വാസുദേവൻ നായർ ദീർഘകാലം സേവനം അനുഷ്ഠിച്ചത്? മാതൃഭൂമിയുടെ പത്രാധിപരായിട്ടാണ് MT വാസുദേവൻ നായർ ദീർഘകാലം സേവനമനുഷ്ഠിച്ചത്. 1942 കൊച്ചിയിൽ യൂറോപ്യൻ പട്ടാളക്കാർ സ്ത്രീകളുടെ നേർക്കു നടത്തിയ കടന്നാക്രമണത്തെ വിമർശിച്ചതിനാൽ മദ്രാസ് ഗവൺമെൻറ്റിൻ്റെ നിരോധനം നേരിടേണ്ടി വന്ന പത്രം മാതൃഭൂമിയാണ്. 1942 കൊച്ചിയിൽ യൂറോപ്യൻ പട്ടാളക്കാർ സ്ത്രീകളുടെ നേർക്കു നടത്തിയ കടന്നാക്രമണത്തെ വിമർശിച്ചതിനാൽ മദ്രാസ് ഗവൺമെൻറ്റിൻ്റെ നിരോധനം നേരിടേണ്ടി വന്ന പത്രം. G. അരവിന്ദൻ്റെ ചെറിയ ലോകവും വലിയ മനുഷ്യരും എന്ന കോമിക് സ്ട്രിപ്പ് 1961 മുതൽ 1971 വരെ ഏത് ആഴ്ചപ്പതിപ്പിലാണ് അച്ചടിച്ചിരുന്നത്? G. അരവിന്ദൻ്റെ ചെറിയ ലോകവും വലിയ മനുഷ്യരും എന്ന കോമിക് സ്ട്രിപ്പ് 1961 മുതൽ 1971 വരെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലാണ് അച്ചടിച്ചിരുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സമ്മാനത്തുകയുള്ള സാഹിത്യ പുരസ്കാരങ്ങളിൽ ഒന്ന് ഏർപ്പെടുത്തിയിരിക്കുന്ന പത്രം ഏത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ സമ്മാനത്തുകയുള്ള സാഹിത്യ പുരസ്കാരങ്ങളിൽ ഒന്ന് ഏർപ്പെടുത്തിയിരിക്കുന്ന പത്രം മാതൃഭൂമി ദിനപത്രമാണ്. ഇത്രയുമാണ് മാതൃഭൂമി ദിനപത്രവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ. താങ്ക് യു ഫോർ വാച്ചിങ്.